ഹായ് ഓൾ. നമ്മുടെയൊക്കെ പോക്കറ്റിലുള്ള കോയിൻസിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ കോയിൻ ചിലതൊക്കെ ഒരു ലൈറ്റ് സിൽവർ കളർ ആയിരിക്കും ഉണ്ടാവുക, ചിലതൊക്കെ നമുക്കറിയാം ഒരു ഗോൾഡൻ കളറിലാണ് ഉണ്ടാവാറുള്ളത്, ചിലതിൽ രണ്ട് കളറും ഉണ്ടാകുന്നതും ഉണ്ട്. കോയിൻ നമുക്കറിയാം ഒരു മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അത് അയേൺ പോലെ പെട്ടെന്ന് റെസ്റ്റിംഗ് സംഭവിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരാളാണ് കോയിൻ എന്ന് പറയുന്നത്. അതിന് പിന്നിലുള്ള ആ ഒരു കെമിസ്ട്രി, അതിൻ്റെ പിന്നിലുള്ള സയൻസ് നമുക്കൊന്ന് റിവീൽ ചെയ്താലോ? ആക്ച്വലി കോയിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ സബ്സ്റ്റൻ്റ് അല്ല, നേരെ മറിച്ച് അത് അലോയ് ആണ്, ലോഹസങ്കരമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ലോഹങ്ങൾ, അത് മെറ്റലാകാം നോൺ മെറ്റലാകാം, കമ്പൈൻ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ പ്രോപ്പർട്ടീസിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലോയ് എന്ന് പറയുന്നത്. ബ്രാസ് ഒരു അലോയ് ആണ്, പിച്ചള എന്നൊക്കെ നമ്മൾ വിളിക്കും അല്ലേ? തൂക്ക് വിളക്കുകളും അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രാസ്, കോപ്പർ ആൻഡ് സിങ്ക് വെച്ചുള്ള ഒരു അലോയ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് ടിന്നാണ്. അത് നമുക്കറിയാം, നമ്മുടെ ബ്രോൺസ് മെഡൽ, വെങ്കലം അല്ലെങ്കിൽ ഓട് എന്നൊക്കെ വിളിക്കുന്ന സംഗതി, അതും ഒരു അലോയ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീല് അല്ലെ, ക്രോമിയം, അയേണ്, അതേപോലെ നിക്കലൊക്കെ വെച്ചുണ്ടാക്കുന്ന നമ്മളെ വെസൽസ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പല സംഗതികളും നൈഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതും ഒരു അലോയ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മെറ്റലുകളുടെ ഒരു മിക്സ്ചറാണ് ആക്ച്വലി ഈ പറഞ്ഞ കോയിൻ എന്ന് പറയുന്നതും. അപ്പോൾ പണ്ടത്തെ കോയിനൊക്കെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ, കുറച്ചും കൂടി പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും ഉണ്ടാവുക. കാരണം അതിലുള്ളത് കോപ്പർ, നിക്കൽ, ബ്രോൺസ് പോലെയുള്ള സബ്സ്റ്റൻസ് കൊണ്ടായിരുന്നു അന്നത്തെ ഈ പറഞ്ഞ കോയിൻസ് ഒക്കെ ഉണ്ടാക്കിയത്. ഇത് എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കോപ്പർ ഓക്സൈഡും കോപ്പർ കാർബണേറ്റ് പോലെയുള്ള കെമിക്കൽസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ചെയ്യുന്നത് ഫെയ്ഡ് ആയി പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഇന്നത്തെ മെറ്റൽ എന്ന് പറയുന്നത് ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതേപോലെ നിക്കൽ ബ്രാസ്, അതേപോലെ ബൈ മെറ്റാലിക് അലോയ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന 1-ൻ്റെയും 2-ൻ്റെയും 5-ൻ്റെയും 10-ൻ്റെയും ഒക്കെ കോയിൻസ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടുള്ളതിനേക്കാളും ലോവർ കോസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ്, കുറച്ചും കൂടി പെട്ടെന്ന് എന്ത് ചെയ്യൂല, അത് കൊറോസീവ് ആകൂല, പെട്ടെന്ന് തുരുമ്പിച്ചു പോകൂല. അതേപോലെ തന്നെ ഇതിന് ഹാർഡർ ടു കൗണ്ടർ ഫെയ്റ്റ്, ഇതെന്ത് ചെയ്യൂല, ഈ പറഞ്ഞ രൂപത്തിൽ ഇതിനൊരു ഫേക്ക് ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും പ്രയാസമാണ്. ഒരു കോയിൻ, ഇന്നത്തെ കോയിൻ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, പല കളറുകളിലായിട്ടാണ് ഇന്നുള്ളത്. ഇപ്പോൾ 10-ൻ്റെ കോയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ സിൽവർ കളറും ഉണ്ട്, ഒരു ഗോൾഡ് കളറും ഉണ്ട്. നമ്മളതിനെ ബൈ മെറ്റാലിക് കോയിൻ എന്നാണ് ഈ ഒരു 10 രൂപയുടെ കോയിൻ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ? അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ഫെയ്റ്റ് ഉണ്ടാക്കാൻ എന്താണ്, വെരി ഡിഫിക്കൽട്ടാണ്. അതേസമയം തന്നെ ലോങ്ങർ ലൈഫ് ഉണ്ട്. നമ്മളെ വെൻഡിങ് മെഷീനിലൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഏതാണ്, ഈ പറഞ്ഞിട്ടുള്ള 10 രൂപയുടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാക്കിയ ഈ കോയിനാണ്. മാത്രവുമല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബൈമെറ്റാലിക് കോയിൻസ് ഉണ്ടാക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും കൗണ്ടർ ഫെയ്റ്റ്, ഒരു കള്ള നിർമ്മാണം, ഒരു ഫേക്ക് ആയിട്ടുള്ള കോയിൻസ് ഉണ്ടാക്കാൻ വളരെ പ്രയാസമായിരിക്കും. മാത്രവുമല്ല അത് കുറച്ചുകൂടി ലോങ്ങർ ലൈഫാണ്. വെൻഡിങ് മെഷീൻ പോലെയുള്ള സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മാത്രമല്ല ഡിഫറെൻറ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അടങ്ങിയിട്ടുള്ള കോയിൻസ് കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ നമ്മൾ കാണുന്ന 10 രൂപയുടെയും കോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ കോയിനുകളിലും അതിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന 1 രൂപയുടെയും 2 രൂപയുടെയും കോയിൻസ് ഉണ്ട്. അതിൽ അയേണും ക്രോമിയവും 83%, 17% വെച്ചിട്ടാണ് എന്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് കുറച്ചും കൂടിയും ഒരു ലൈറ്റർ കളർ എന്ത് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ 5 രൂപയുടെയും 10 രൂപയുടെയും ഒക്കെ കോയിൻസ് എന്ന് പറയുന്നത്, 5 രൂപയുടെ കോയിൻ നിക്കൽ ബ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള അലോയ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. കോപ്പർ, സിങ്ക്, നിക്കൽ പോലെയുള്ള മെറ്റൽസ് ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈ മെറ്റാലിക് അഥവാ ഈ പറഞ്ഞ 2 കളറുമുള്ള 10 രൂപയുടെയൊക്കെ കോയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് നിക്കൽ ബ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ കോപ്പർ, സിങ്ക്, നിക്കൽ ഈ 3 എലമെൻറ്റും കണ്ടന്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഔട്ടർ സൈഡ്, ഇന്നർ സൈഡ് നിക്കൽ സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള അലോയ് വെച്ചിട്ടാണുള്ളത്. കോപ്പർ, സിങ്ക്, നിക്കൽ വെച്ചിട്ടാണ് ഈ ഒരു കോയിൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ ഓൾറെഡി എന്തുണ്ട്, ഈ പറഞ്ഞ കോയിനുമായി റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നിലുള്ള കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങളോട് വളരെ രസകരമായി ചോദിക്കാം. എന്തുകൊണ്ടാണ് കോയിൻ ഒരു ചതുരത്തിലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ ത്രികോണത്തിലൊന്നും ഉണ്ടാക്കാതെ അത് റൗണ്ട് ഷേപ്പിൽ
ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ പിന്നിലും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് സയൻസ് ഉണ്ട്. എന്താണെന്ന് അറിയുന്നവർ അത് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവർ അത് കണ്ടെത്തി നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.